ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ദ ഏർലി വേദിക് റിലീജിയൻ ആണ്. ഓക്കെ, ഏർലി വേദ കാലഘട്ടത്തിൽ അവരുടെ മതം എങ്ങനെയായിരുന്നു, അവർ ഏതൊക്കെ ദൈവങ്ങളെ ആരാധിച്ചിരുന്നു, ആ ഒരു കൃത്യമായിട്ട് റിലീജിയസ് ആക്ടിവിറ്റീസ് എന്തൊക്കെയായിരുന്നു എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ടും ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത്. ഓക്കെ, സോ പ്രധാനമായിട്ടുള്ളൊരു പോയിന്റ്, ഒരു ഏർലി വേദ കാലഘട്ടത്തിലെ ഗോഡ് അല്ലെങ്കിൽ റിലീജിയൻ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും അസോസിയേറ്റ് ചെയ്തിട്ടുള്ളത് അവിടെയുള്ള ജനതയുടെ ഒരു ഫിസിക്കൽ പ്രൊട്ടക്ഷനും അതോടൊപ്പം തന്നെ ഭൗതികപരമായിട്ടുള്ള ചില നേട്ടങ്ങൾക്കും വേണ്ടിയായിരുന്നു അവർ കൃത്യമായിട്ടും ദൈവങ്ങളെ ആരാധിച്ചിരുന്നത്. ഓക്കെ, അപ്പം ഇത്തരത്തിലൊരു ദൈവങ്ങളെ ആരാധിക്കാനുള്ള ആ ഒരു കൺസേൺ, അത് കൃത്യമായിട്ട് അതിന് രണ്ട് പേർപ്പസ് ആയിരുന്നു അല്ലെങ്കിൽ ഉദ്ദേശമായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്ന് അവരുടെ ഫിസിക്കൽ ശാരീരികമായിട്ടുള്ള സംരക്ഷണം, പല പ്രോബ്ലംസിൽ നിന്നും അല്ലെങ്കിൽ പ്രശ്നങ്ങളിൽ നിന്നും ശാരീരികമായിട്ടുള്ള സംരക്ഷണം നൽകണം, അതൊരു പ്രാർത്ഥനയായിരുന്നു ദൈവത്തിനോടുള്ള. മറ്റൊന്നെന്ന് പറയുന്നത് തങ്ങൾക്ക് തങ്ങളുടെ മെറ്റീരിയലായിട്ടുള്ള നേട്ടങ്ങൾ, ഭൗതികപരമായിട്ടുള്ള നേട്ടങ്ങൾ, അത് അഗ്രികൾച്ചറിലുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള പാസ്റ്ററലിസം നല്ല രീതിയിൽ നടക്കണം, അതായത് സമ്പത്ത് അല്ലെങ്കിൽ പശുവിനെ കൃത്യമായിട്ട്, ഞാൻ നേരത്തെ മുൻപ് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, കാറ്റിൽ എന്ന് പറയുന്നത് അവരുടെ വളരെ പ്രധാനപ്പെട്ടൊരു സമ്പത്താണ്. അപ്പം അതിനെല്ലാം ഒരു സമൃദ്ധി ഉണ്ടാകണം. അത്തരത്തിലൊരു മെറ്റീരിയൽ ഗെയിൻസിന് വേണ്ടിയിട്ടും ഈ പറഞ്ഞ ഫിസിക്കൽ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടായിരുന്നു പ്രധാനമായിട്ടും ഈ കാലഘട്ടത്തിലെ പ്രാർത്ഥനകളും ആരാധനകളും എല്ലാം അസോസിയേറ്റ് ചെയ്തതെന്നാണ്. ഓക്കെ, അത് വളരെ പ്രധാനപ്പെട്ടൊരു പോയിന്റാണ്. ഓക്കെ, സോ പ്രധാനമായിട്ടും ഇനി നമ്മൾ അവരാരാധിച്ച ദൈവങ്ങളെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ദൈവങ്ങളുടെ ഒരു പ്രത്യേകത എന്തായിരുന്നു ഋഗ്വേദ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഏർലി വേദ കാലഘട്ടത്തിൽ എന്ന് വെച്ചാൽ, പ്രധാനമായും അവർ ആരാധിച്ചിരുന്നത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു നാച്ചുറൽ ഫോഴ്സസിൻ്റെ ചില റെപ്രസെൻറ്റേഷൻ ആയിരുന്നു. ഓക്കെ, നാച്ചുറൽ എലമെൻറ്റ്സ്, ഓക്കെ, പ്രകൃതിയിൽ നിന്നുമുള്ള പ്രകൃതിയുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ പ്രകൃതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളായിരുന്നു ആ കാലഘട്ടത്തിലെ ഏർലി വേദ കാലഘട്ടത്തിലെ ജനങ്ങളുടെ ആരാധനാമൂർത്തിയായിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ അവർ മഴയെ ആരാധിച്ചു, അവർ കൊടുങ്കാറ്റിനെ ആരാധിച്ചു, അതോടൊപ്പം തന്നെ അവർ സൂര്യനെ ആരാധിച്ചു. അതൊക്കെ സ്വാഭാവികമായിട്ടും ഒരു നാച്ചുറൽ ഫോഴ്സസ് ആണ്, റൈറ്റ്? അപ്പം അത്തരം കാര്യങ്ങളെയായിരുന്നു പ്രധാനമായിട്ടും ഈ ഋഗ്വേദ കാലഘട്ടത്തിലെ ജനങ്ങൾ ആരാധിച്ചിരുന്നത്. ഓക്കെ, അപ്പം ഈ മഴയെ ആരാധിച്ചു എന്ന് പറഞ്ഞാൽ മഴ എന്നുള്ളതല്ല, മഴയെ റെപ്രസെൻ്റ് ചെയ്യുന്നൊരു ദൈവം ഉണ്ടാകുന്നു. അതുപോലെ തന്നെ കൊടുങ്കാറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്നൊരു ദൈവം ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ അഗ്നിയെ, അതായത് ഫയറിനെ റെപ്രസെൻ്റ് ചെയ്യാൻ ഒരു ദൈവം ഉണ്ടാകുന്നു. അത്തരത്തിൽ വിവിധ നാച്ചുറൽ എലമെൻസിനെ അവർ അതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ ആയിരുന്നു ഏർലി വേദ കാലഘട്ടത്തിലെ ദൈവങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, വളരെ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. വളരെ കൃത്യമായിട്ട് നാച്ചുറൽ ഫോഴ്സസിനെ ആരാധിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷനെ ആയിരുന്നു ബേസിക്കലി ഈ കാലഘട്ടത്തിലെ ജനങ്ങൾ ആരാധിച്ചിരുന്നത്. ഓക്കെ, സോ വളരെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾക്ക് ഒരു ട്രൈബൽ ആൻഡ് പാട്രിയാർക്കൽ നേച്ചർ ഓഫ് ദി സൊസൈറ്റി അത് റിഫ്ലക്റ്റ് ചെയ്യുന്ന തരത്തിലായിരുന്നു ഇവർ ആരാധിച്ച ദൈവങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അതായത് നേരത്തെ മുൻപ് സൊസൈറ്റി എല്ലാം പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഏർലി വേദ കാലഘട്ടത്തിൽ കൃത്യമായിട്ട് ഏർലി വേദ കാലഘട്ടവും ലേറ്റർ വേദ കാലഘട്ടവും അതെല്ലാം ഒരു പാട്രിയാർക്കലായിട്ടുള്ള അല്ലെങ്കിൽ പുരുഷ മേധാവിത്വമുള്ള ഒരു സൊസൈറ്റി ആയിരുന്നു. ഓക്കെ, ആ ഒരു പാട്രിയാർക്കൽ നേച്ചറും വളരെ കൃത്യമായിട്ട് തന്നെ ഒരു ട്രൈബൽ ആൻഡ് പാട്രിയാർക്കൽ നേച്ചർ അത് വ്യക്തമാകുന്ന തരത്തിലായിരുന്നു അവിടുത്തെ ദൈവങ്ങളെ, അവർ ആരാധിച്ച ദൈവങ്ങളെ നമ്മൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത്. കാര്യം നമുക്കറിയാം, ഹാരപ്പൻ സിവിലൈസേഷൻ പറഞ്ഞ സമയത്ത് ഞാൻ അവിടെ ഒരുപാട് ഗോഡസുകളെ അവർ ആരാധിച്ചു എന്ന് പറഞ്ഞു. എന്നാൽ ഇവിടെ നമുക്ക് ഒരുപാടൊന്നും ഗോഡസുകളെ അതായത് ഫീമെയിൽ ആയിട്ടുള്ള ആരാധനാ മൂർത്തികളെ നമ്മൾക്ക് കാണാൻ സാധിക്കില്ല. ഓക്കെ, അതായത് വളരെയധികം ഒന്നും ആ കാലഘട്ടത്തിൽ എഴുതപ്പെട്ട ടെക്സ്റ്റിൽ പ്രതിപാദിച്ചില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി പ്രധാനമായിട്ടും അടുത്തതായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്
ഏതൊക്കെയായിരുന്നു ഋഗ്വേദ കാലഘട്ടം അഥവാ ഏളിവേദ കാലഘട്ടത്തിലെ ദൈവങ്ങൾ? അത് വളരെ പ്രധാനമായിട്ടുള്ളതാണ്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗോഡ്സ് ആരൊക്കെയായിരുന്നു? ഓക്കെ, അതിൽ വളരെ പ്രൊമിനൻ്റ് ആയിട്ടുള്ള ഏറ്റവും പ്രമുഖമായിട്ട് ഏർലി വേദ കാലഘട്ടത്തിലെ ജനങ്ങൾ ആരാധിച്ചിരുന്ന ഒരു ദൈവമായിരുന്നു ഇന്ദ്ര. ഓക്കെ, ഇന്ദ്ര എന്ന ദൈവം ഏർലി വേദ കാലഘട്ടത്തിലെ ജനങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ആരാധനാമൂർത്തിയായിരുന്നു. അവരപ്പം ഇന്ദ്രയെ ആരാധിച്ചു. ഇനി മറ്റു പല ദൈവങ്ങളുമുണ്ട്. ഇന്ദ്ര എന്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു എന്നുള്ളത് ഞാൻ പറയാം. അതിനു മുൻപ് ഏതൊക്കെ ദൈവങ്ങളെ പൊതുവെ ഇവർ ആരാധിച്ചു എന്നുള്ളതാണ് ആ കാറ്റഗറിയെ കുറിച്ചാണ് പറയുന്നത്. അതിൽ വളരെ പ്രൊമിനൻ്റ് ആയിട്ടുള്ള പേരാണ് ഇന്ദ്ര. ഓക്കെ, അതോടൊപ്പം അഗ്നിയെ അവർ ആരാധിച്ചു. ദെൻ വരുണ ദൈവത്തിനെ ആരാധിച്ചു. അതോടൊപ്പം തന്നെ മാരുത്, ദെൻ പുഷൻ, ആൻഡ് ദെൻ യാമ ആൻഡ് സോമ. ഇതെല്ലാം ഈ ഋഗ്വേദ കാലഘട്ടത്തിൽ അഥവാ ഏർലി വേദ കാലഘട്ടത്തിലെ മെയിൽ ഗോഡ്സ് ആയിരുന്നു. ഓക്കെ, സോ ഈ ഞാൻ പറഞ്ഞു ഈ കാലഘട്ടത്തിൽ വളരെ പ്രമുഖമായിട്ട് ഈ ജനത ആരാധിച്ചിരുന്ന പുരുഷ ദൈവങ്ങളായിരുന്നു, ആരാധനാമൂർത്തികളായിരുന്നു ഇന്ദ്ര, അഗ്നി, വരുൺ, പുഷൻ, സോമ, യാമ, ഓൾ ദീസ് ഗോഡ്സ്. ഓക്കെ, എന്നാൽ ഇതുമായിട്ട് നമ്മൾ ഗോഡസ് വെച്ച് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, അതായത് ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള മെയിൽ ഗോഡ്സുമായിട്ട് അവിടെ ആ കാലഘട്ടത്തിൽ അന്ന് ആ ജനത ആരാധിച്ചിരുന്ന ഫീമെയിൽ ഗോഡസുമായിട്ടൊരു താരതമ്യം ചെയ്യുമ്പോൾ ഫീമെയിൽ ഗോഡ്സിൻ്റെ എണ്ണം എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഓക്കെ, അവർ പ്രധാനമായിട്ടും അവർ ആരാധിച്ചിരുന്ന അമ്മ ദൈവങ്ങൾ എന്ന് പറയുന്നത് ഉഷസ്, സരസ്വതി, പൃഥ്വി എന്ന് പറയുന്നതാണ് ഭൂമി. ഓക്കെ, എർത്ത്. ഓക്കെ, സോ അത് പ്രധാനമായിട്ടും ഒരു വളരെ കൃത്യമായിട്ട് പറഞ്ഞ ഒരു സെക്കൻഡറി പൊസിഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ, ഒരു പാട്രിയാർക്കൽ സൊസൈറ്റി ആയിരുന്നു വേദകാലഘട്ടം എന്ന് പറയുന്നത്. ആ വേദകാലഘട്ടത്തിൽ ഈവൻ ആരാധനാമൂർത്തികളിൽ പോലും നമ്മൾക്ക് ഈ ട്രൈബൽ ആൻഡ് പാട്രിയാർക്കൽ നേച്ചർ കാണാൻ സാധിക്കുമായിരുന്നു. ഓക്കെ, അപ്പം വളരെ പ്രധാനപ്പെട്ട ദൈവങ്ങൾ ഏതൊക്കെയായിരുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾക്ക് ഇന്ദ്ര എന്ന പേര് വളരെ കൃത്യമായിട്ട് നിങ്ങൾ ഓർമ്മിക്കണം. ഇന്ദ്ര എന്ന് പറയുന്നത് വാസ് ദ മോസ്റ്റ് പ്രൊമിനന്റ് ഗോഡ് ഓഫ് ഏർലി വേദിക് പീരീഡ്. ഓക്കെ, ഏർലി വേദ കാലഘട്ടത്തിലെ വളരെ പ്രമുഖമായിട്ടുള്ള ഒരു ദൈവമായിരുന്നു. ദെൻ അഗ്നി, വരുണ, മരുത്, യാമ, സോമ, ഓൾ ദിസ് മെയിൽ ഗോഡ്സ്, ഇതൊക്കെ മെയിൽ ഗോഡ്സ് ആണ്. ഓക്കെ, ഗോഡസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഉഷസ്, ദെൻ പൃഥ്വി, ദെൻ സരസ്വതി. ഓക്കെ, വളരെ നമ്പർ ഓഫ് ഗോഡസ് എന്ന് പറയുന്നത് നമ്മൾ മെയിൽ ഗോഡ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറച്ച് നമ്പറേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന നിലയിൽ ഏർലി വേദ കാലഘട്ടത്തിൻ്റെ റിലീജിയനുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റുകളാണ്. ഫസ്റ്റ്, അതിൻ്റെ പേർപ്പസ് എന്ന് പറയുന്നത് ഫിസിക്കൽ പ്രൊട്ടക്ഷനും അതോടൊപ്പം തന്നെ മെറ്റീരിയൽ ഗെയിൻസിന് വേണ്ടിയിട്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ആരാധനകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു സമൂഹത്തിൻ്റെ വിവിധ ആവശ്യങ്ങളെ റെപ്രസെൻ്റ് ചെയ്യുന്ന തരത്തിൽ അല്ലെങ്കിൽ അതിനെ റിഫ്ലക്റ്റ് ചെയ്യുന്നതായിരുന്നു ആ കാലഘട്ടത്തിലെ, അതായത് ഏർലി കാലഘട്ടത്തിലെ ഓരോ ദൈവങ്ങളും ആ സമൂഹത്തിലെ ഓരോ കാര്യങ്ങളെയായിരുന്നു റിഫ്ലക്റ്റ് ചെയ്തത്, അല്ലെങ്കിൽ ഓരോ ആവശ്യങ്ങളെയായിരുന്നു പ്രതിഫലിപ്പിച്ചിരുന്നത്. ഓക്കെ, സോ പ്രധാനമായിട്ടും ഞാൻ പറഞ്ഞു ഇന്ദ്ര എന്ന് പറയുന്നത് വളരെ പ്രൊമിനൻ്റ് ആയിട്ടുള്ള ഒരു ഗോഡാണെന്ന് പറഞ്ഞു. ഓക്കെ, നമുക്കറിയാം ഋഗ്വേദ കാലഘട്ടത്തിൽ ഒരുപാട് പൊളിറ്റിക്കൽ കോൺഫ്ലിക്ട്സ് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അവർ പലപ്പോഴും കലഹിച്ചു കൊണ്ടിരുന്ന ഒരു ജനവിഭാഗമായിരുന്നു. മറ്റാളുകളുമായിട്ട് ട്രൈബുകളുമായിട്ട് പരസ്പരം യുദ്ധങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. നമുക്കറിയാം അവർ കാറ്റിലിന് വേണ്ടിയിട്ട് പലപ്പോഴും സമൃദ്ധി എന്ന് പറയുന്നത് അല്ലെങ്കിൽ സമ്പത്ത് എന്ന് പറയുന്നത് അത് ഡിറ്റർമൈൻ ചെയ്യുന്നത് അതല്ലെങ്കിൽ അത് നിർണ്ണയിക്കുന്നത് എന്തായിരുന്നു? അവരുടെ കയ്യിലുള്ള കാറ്റിലിൻ്റെ എണ്ണമാണ്. അപ്പം അതിനു വേണ്ടിയിട്ട് ഒരുപാട് യുദ്ധങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. റൈറ്റ്, അപ്പം മറ്റു പല കാരണങ്ങൾ കൊണ്ടും യുദ്ധങ്ങളിൽ ഏർപ്പെടുന്നത് ഈ ഒരു ജനത വളരെ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പറഞ്ഞു ഋഗ്വേദ ജനത യുദ്ധവുമായിട്ട് എൻഗേജ് ചെയ്യുന്ന ഒരു വിഭാഗം ആളുകളായിരുന്നു. അപ്പം അവർ യുദ്ധത്തിന് ആ ഒരു ഇന്ദ്ര എന്ന ദൈവത്തിനെ അവർ ആരാധിച്ചു എന്നാണ് പറയുന്നത്. ഓക്കെ, ഇന്ദ്ര എന്ന ദൈവം ഏർലി വേദ കാലഘട്ടത്തിൽ എഴുതപ്പെട്ട ഒരു വേദം എന്ന് പറയുന്നതാണ് ഋഗ്വേദ. റൈറ്റ്, ആ ഋഗ്വേദ എന്ന ടെക്സ്റ്റാണ് ആ കാലഘട്ടത്തിൽ എഴുതപ്പെട്ടിട്ടുള്ളത്. അപ്പം ഋഗ്വേദത്തിൽ ഈ ഇന്ദ്രയെ ഒരുപാട് ഫ്രീക്വൻ്റ്ലി ഇന്ദ്രയെ മെൻഷൻ ചെയ്യുന്നുണ്ട്, സൂചിപ്പിച്ചിട്ടുണ്ട് ഇന്ദ്ര എന്ന പേര്. ഓക്കെ, അത് യുദ്ധവുമായി ബന്ധപ്പെട്ടിട്ട് ഇവർ കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതോടൊപ്പം തന്നെ
ഇടി, ഓക്കെ, ഇടി കൊണ്ടുവരുന്ന ദൈവമായിട്ട് ഈ ഇന്ദ്രയെ കാണുന്നു. അതോടൊപ്പം തന്നെ ഒരു കാലാവസ്ഥ ഗോഡ് എന്നുള്ള രീതിയിൽ, ഒരു വെതർ ഗോഡ്, ഓക്കെ, ആ വെതർ ഗോഡാണ് മഴ കൊണ്ടുവരുന്നത് എന്ന രീതിയിൽ വളരെ കൃത്യമായിട്ട് ഇന്ദ്രയെ പ്ലേസ് ചെയ്യുന്നു. ഓക്കെ, അപ്പം ഇന്ദ്ര എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിലെ ജനങ്ങൾ ആരാധിച്ച ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള ഒരു ദൈവമാണ്. ഓക്കെ, അവർക്കിടയിൽ വളരെയധികം പ്രചാരമുള്ള ഒരു ദൈവമായിരുന്നു ഇന്ദ്ര എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇന്ദ്ര എന്ന് പറയുന്നത് തണ്ടർ, ഇടിയുമായിട്ട് ബന്ധമുള്ള ദൈവമാണ്, റെപ്രസെന്റ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞു ഒരു വെതർ ഗോഡ് എന്ന് പറയുന്നു. ആ വെതർ ഗോഡാണ് ബേസിക്കലി മഴ കൊണ്ടുവരുന്നത്. ഇനി ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഒരു ദൈവമാണ് ഈ പറഞ്ഞിട്ടുള്ള ഇന്ദ്ര. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഏർലി വേദ കാലഘട്ടത്തിലെ റിലീജിയനുമായി ബന്ധപ്പെട്ട് പറയുമ്പം ഇന്ദ്ര എന്ന കാറ്റഗറിയിൽ, ഇന്ദ്ര എന്ന ഗോഡുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. ഓക്കെ, സോ ഇനി വളരെ പ്രധാനമായിട്ടുള്ളതാണ് നമ്മൾ കൊടുങ്കാറ്റ്, കാറ്റിൻ്റെത്. ഓക്കെ, കാറ്റിൻ്റെ ആ ഒരു ദൈവത്തിനെയാണ് നമ്മൾ മാരുത് എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റോം, അത് ഇന്ദ്രയുമായിട്ട് എയ്ഡഡ് ചെയ്തിട്ട് ഒരു കുറെ കൂടെ ഒരു വളരെ കൃത്യമായിട്ടൊരു ട്രൈബൽ വാർഡ്സിനൊക്കെ അസോസിയേറ്റ് ചെയ്യുന്നുണ്ട് മാരുത് എന്ന് പറയുന്നത്. അപ്പോൾ മാരുത് എന്ന് പറയുന്നത് ഈ സ്റ്റോമിൻ്റെ ഗോഡ് ഓഫ് സ്റ്റോം എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഇനി ഞാൻ പറഞ്ഞു ഫയറിനെ ഇവർ ആരാധിച്ചു എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം ഫയറിനെ ആരാധിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഫയർ എന്നുള്ള അല്ലെങ്കിൽ ഫയറിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ആ ഒരു ദൈവത്തിനെയാണ് നമ്മൾ അഗ്നി എന്ന് പറയുന്നത്. നമ്മൾ തീ അല്ലെങ്കിൽ ഫയറിനെ പൊതുവെ അഗ്നി എന്ന് പറയാറുണ്ട്. അപ്പം അഗ്നി എന്ന് പറയുന്നത് ഏർലി വേദ കാലഘട്ടത്തിൽ ഈ തീ അഥവാ ഫയർ എന്ന പെർട്ടിക്കുലർ എലമെൻറ്റിൻ്റെ ഗോഡായിട്ടാണ് കണക്കാക്കുന്നത്. ഓക്കെ, ആ ഫയറിനെ തന്നെയാണ് ഫയർ ഗോഡിനെ തന്നെയാണ് വാസ് ദ ഗോഡ് ഓഫ് ഹോം എന്ന് പറയുന്നത്. അതായത് ഒരു വീടിൻ്റെ ദൈവം എന്ന രീതിയിലാണ് അഗ്നിയെ കാണുന്നത്. ഓക്കെ, ഇപ്പോഴും നമ്മൾ എന്തുകൊണ്ടാണ് പലപ്പോഴും വീടുകളിലൊക്കെ ഒരു പുതിയ വീടുകൾ നമ്മൾ അവിടെ താമസിക്കുമ്പം അവിടെ പലതരത്തിലുള്ള പൂജകൾ ചെയ്തു, അഗ്നി പൂജയെല്ലാം ചെയ്യുന്നു, റൈറ്റ്? അപ്പം അഗ്നി എന്ന് പറയുന്നത് ഗോഡ് ഓഫ് ഹോം എന്നുള്ള ഒരു അർത്ഥം കൂടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു അഗ്നി ദൈവത്തിനെ പ്രധാനമായും കൺസിഡർ ചെയ്യുന്നത് അല്ലെങ്കിൽ പരിഗണിക്കുന്നത് ഒരു ദൈവവും മനുഷ്യനും തമ്മിൽ ഇന്റർമീഡിയറ്റ് ചെയ്യുന്ന ഒരു ഗോഡായിട്ടാണ്, അല്ലെങ്കിൽ ഒരു ഇന്റർമീഡിയറ്റ് നടുക്ക് നിൽക്കുന്നതാണ്. മനുഷ്യനെയും ദൈവത്തിനെയും ബന്ധിപ്പിക്കുന്നതാണ് അഗ്നിദൈവം എന്നാണ് ബേസിക്കലി ആ കാലഘട്ടത്തിൽ വിശ്വസിച്ചിരുന്നത്. അപ്പം ഫയർ ഗോഡിനെയാണ് നമ്മൾ ഗോഡ് ഓഫ് ഹോം എന്ന് പറയുന്നത്. ആ ഗോഡ് ഓഫ് ഹോം തന്നെയാണ് ബേസിക്കലി മനുഷ്യനെയും ദൈവങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ആ ഒരു മധ്യത്തിൽ നിന്നുകൊണ്ട് ആ ദൈവത്തിനെയും മനുഷ്യനെയും ബന്ധിപ്പിക്കുന്നതാണ് അഗ്നി എന്ന പേരിൽ അറിയപ്പെടുന്ന ദൈവം. ഓക്കെ, സോ ഇനി പ്രധാനമായിട്ടുമുള്ള മറ്റൊരു ദൈവമാണ് സോമ ഗോഡ് എന്ന് പറയുന്നത് ദാറ്റ് വാസ് അസോസിയേറ്റഡ് വിത്ത് പ്ലാന്റ്സ് ആൻഡ് ഹെർബ്സ്. ഓക്കെ, അതായത് പല ഹെർബൽ ചെടികളും മറ്റ് ചെടികളും ഒക്കെ ആയിട്ട് ബന്ധമുള്ളൊരു ദൈവമാണ് സോമ എന്ന് പറയുന്നത്. ഈ സോമ എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ ഒരു ഇൻടോക്സിക്കേറ്റിംഗ് ജ്യൂസ് ആയിട്ട്, അതായത് ഒരു നമ്മൾക്കിപ്പം പറയുകയാണെങ്കിൽ ഒരു ആ കാലഘട്ടത്തിൽ ഒരു മദ്യം അത്തരത്തിലുള്ളൊരു സോമരസം എന്ന് പറയുന്നത് അത്തരത്തിൽ വളരെ കൃത്യമായിട്ടൊരു ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രിങ്ക് ആയിട്ട് ഉപയോഗിച്ചതായിരുന്നു. അപ്പം അതിൻ്റെ ദൈവമായിട്ടാണ് ബേസിക്കലി നമ്മൾ സോമയെ കാണുന്നത്. ഓക്കെ, അപ്പം കൃത്യമായിട്ട് ഇത് പല ഹെർബ്സ് ആൻഡ് പ്ലാന്റ്സുമായിട്ട് അസോസിയേറ്റഡ് ആണ്. ഇനി ഇതൊരു ഇൻടോക്സിക്കേറ്റിംഗ് ജ്യൂസ് ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഓക്കെ, ഇന്നത്തെ ഒരു നമ്മളിപ്പം മോഡേൺ കാലഘട്ടത്തിലൊക്കെ ഒരു ആൽക്കഹോൾ എന്ന രീതിയിൽ പറയുന്നത് പോലെ ആ കാലഘട്ടത്തിലെ ഇൻടോക്സിക്കേറ്റിംഗ് ജ്യൂസ് ആയിട്ട് സോമരസം ഉപയോഗിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ സോമ എന്ന് പറയുന്നത് ആ ഒരു ദൈവമാണ്. ഓക്കെ, അപ്പം വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇനി നമ്മൾ ഗോഡ് ഓഫ് വാട്ടർ, അതാണ് ബേസിക്കലി സമുദ്രങ്ങളുടെ വരുണ എന്ന് പറയുന്നത്. ഇറ്റ്സ് അസോസിയേറ്റഡ് വിത്ത് സീ, റൈറ്റ്? അതായത് കടലുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ജലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ദൈവത്തിനെയാണ് നമ്മൾ വരുണ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ദൈവമാണ് ഈ കാലഘട്ടത്തിൽ ഏർലിവേദ കാലഘട്ടത്തിൽ പ്രചാരത്തിൽ ഉണ്ടായിരുന്ന മറ്റൊരു ദൈവമാണ് പുഷൻ എന്ന് പറയുന്നത്. ഓക്കെ,
പുഷൻ എന്ന ദൈവം വളരെ കൃത്യമായിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത് റോഡുകളുടെ ദൈവമായിട്ട്, ഗോഡ് ഓഫ് ദി റോഡ്സ് ആൻഡ് ഗോഡ് ഓഫ് കാറ്റിൽ. ഈ വളരെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു കാറ്റിലിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ദൈവമാണ്, അല്ലെങ്കിൽ റോഡുകളെ റെപ്രസെൻ്റ് ചെയ്യുന്ന ദൈവമാണെന്ന് പറഞ്ഞു. അപ്പം വളരെ കൃത്യമായിട്ട് ഈ ഒരു ഗോഡ് ഈ ഒരു നൊമാഡിക് പാസ്റ്ററൽ നൊമാഡ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ പിന്നീടുള്ള കാലഘട്ടത്തിലൊക്കെ ഒരു ശൂദ്ര വിഭാഗത്തിന്, സമൂഹത്തിലെ അധസ്ഥിത വർഗം ആരാധിച്ചിരുന്ന ഒരു ദൈവമായിരുന്നു പുഷൻ എന്നൊക്കെ പലതരത്തിലുള്ള ഇന്റർപ്രിറ്റേഷൻസ് ചരിത്രത്തിലുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ഈ പുഷൻ എന്ന് പറയുന്നത് വാസ് ദി ഗോഡ് ഓഫ് റോഡ്സ് ആൻഡ് ദെൻ കാറ്റിൽ ആൻഡ് ഹെർഡ്സ്മാൻ. ഓക്കെ, ഈ ഒരു കൃത്യമായിട്ട് ഇത്തരത്തിലുള്ള ഗോഡുകൾ ഈ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, സോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഓരോ ദൈവങ്ങളും അത് അസോസിയേറ്റ് ചെയ്യുന്നത് മനുഷ്യൻ്റെ വിവിധ തരത്തിലുള്ള ഡിഫറെൻ്റ് ആസ്പെക്ട്സ് ഓഫ് ലൈഫ്, ജീവിതത്തിൻ്റെ വിവിധ ആസ്പെക്ട്സുകളും അതോടൊപ്പം തന്നെ പ്രകൃതിയുടെ വിവിധ ആസ്പെക്ട്സുകളുമായിരുന്നു ഓരോ ദൈവവും അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിലുള്ള ദൈവങ്ങളെല്ലാം ആവാഹിക്കുന്നതും അല്ലെങ്കിൽ അവരെ ആരാധിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് യജ്ഞങ്ങളും സാക്രിഫൈസസുകളും ഈ കാലഘട്ടത്തിൽ, ഏർലി വേദ കാലഘട്ടത്തിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള സാക്രിഫൈസസ് അത് പ്രധാനമായിട്ടും സംഘടിപ്പിക്കുന്നതെന്ന് പറയുന്നത് അതിൻ്റെ സംഘാടനം അത് കൃത്യമായിട്ട് നടത്തിയിരുന്നത് ട്രൈബൽ ചീഫ് ആയിരുന്നു. ഓക്കെ, ഓരോ ട്രൈബിൻ്റെയും ചീഫാണ് ആ ഒരു പെർട്ടിക്കുലർ ട്രൈബിൽ ദൈവങ്ങളെ ആരാധിക്കാൻ വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള യജ്ഞങ്ങൾക്കും അതുപോലെ തന്നെ സാക്രിഫൈസുകൾക്കുമെല്ലാം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഒരു ഓർഗനൈസറായിട്ട് മാറിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ ഇത്തരത്തിൽ ഓരോ ട്രൈബിൻ്റെയും ചീഫ് സംഘടിപ്പിക്കുന്ന റിച്വൽസ് അല്ലെങ്കിൽ യജ്ഞങ്ങൾ അതിനെയെല്ലാം പെർഫോം ചെയ്യുന്ന, അതെല്ലാം നടത്തുന്നത് ആരായിരുന്നു എന്ന് വെച്ചാൽ ആ കാലഘട്ടത്തിലെ പ്രീസ്റ്റ് അല്ലെങ്കിൽ പുരോഹിത വർഗമായിരുന്നു ഇത്തരത്തിലുള്ള യജ്ഞങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ ഇവർ പ്രധാനമായിട്ടും ഇത്തരത്തിലുള്ള പൂജകളും സാക്രിഫൈസുകളും കൃത്യമായിട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ പല സന്ദർഭങ്ങളിലാണ് ഋഗ്വേദ കാലഘട്ടം അഥവാ ഏളിവേദ കാലഘട്ടത്തിലെ ജനങ്ങൾ പ്രധാനമായും ഇത്തരത്തിലുള്ള യജ്ഞങ്ങളിൽ ഏർപ്പെട്ടത്. അതിൽ പറയാവുന്നത് യുദ്ധങ്ങളിലുള്ള വിജയം, അതായത് ഒരു യുദ്ധത്തിൽ അവർ പങ്കെടുത്തിട്ട് അതിൽ അവർ വിജയിച്ചിട്ടുണ്ടെങ്കിൽ അവർ അതിനൊരു പ്രത്യുപകാരമായിട്ട് അവർ യജ്ഞങ്ങൾ നടത്തുന്നു, യാഗങ്ങൾ നടത്തുന്നു. ഓക്കെ, അത്തരത്തിൽ വളരെ കൃത്യമായിട്ട് അതോടൊപ്പം തന്നെ ഒരു ജീവിത ആയുസ്സിന് വേണ്ടിയിട്ട്, അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞു സമ്പത്ത് എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ട് നിർണ്ണയിക്കുന്നത് അവരുടെ കയ്യിലുള്ള കാറ്റിലിൻ്റെ എണ്ണം അനുസരിച്ചാണ്. അപ്പോൾ കാറ്റിലിൻ്റെ വർധനവിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ആയുസ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്, അതോടൊപ്പം തന്നെ യുദ്ധങ്ങളിലുണ്ടായിട്ടുള്ള വിജയങ്ങൾ, ഇതിനെല്ലാം വേണ്ടിയിട്ടാണ് ബേസിക്കലി ഏർലി വേദ കാലഘട്ടത്തിലെ ജനങ്ങൾ യാഗങ്ങളും യജ്ഞങ്ങളും എല്ലാം പ്രധാനമായിട്ടും നടത്തിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നത് പ്രീസ്റ്റ് ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രീസ്റ്റുകൾക്ക് ഇത്തരത്തിലുള്ള യാഗങ്ങൾ അല്ലെങ്കിൽ യജ്ഞങ്ങളെല്ലാം ചെയ്യുമ്പം അവർക്ക് പ്രത്യുപകാരമായിട്ട് അല്ലെങ്കിൽ റിവാർഡായിട്ട് ലഭിക്കുന്നത് കൃത്യമായിട്ട് ദാനങ്ങൾ പലപ്പോഴും ദക്ഷിണ നൽകുന്നുണ്ട്, ദാനം നൽകുന്നുണ്ട്. അതായത് ആരാണോ, ഞാൻ പറഞ്ഞു ഒരു ട്രൈബൽ ചീഫാണ് ബേസിക്കലി ഇത്തരത്തിലുള്ള യാഗങ്ങളെല്ലാം ഓർഗനൈസ് ചെയ്യുന്നത്. അപ്പോൾ ആ പെർട്ടിക്കുലർ ട്രൈബിലുള്ള ആളുകൾ ഈ ഒരു യജ്ഞങ്ങളും യാഗങ്ങളും ചെയ്യുന്ന ആൾക്ക്, വരുന്ന പുരോഹിതന് വളരെ കൃത്യമായിട്ട് ദക്ഷിണ നൽകുന്നു, ചില കാര്യങ്ങൾ ദാനം കൊടുക്കുന്നു. ഈ രീതിയിൽ വളരെ കൃത്യമായിട്ട് ഒരു ഏർണിങ്സ് അല്ലെങ്കിൽ ഒരു സമ്പത്ത് ഉണ്ടാക്കുന്നതിന് ഈ പുരോഹിത വർഗത്തിന് ആ കാലഘട്ടത്തിൽ സാധിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഈ രീതിയിൽ വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഋഗ്വേദ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഏർലി വേദ കാലഘട്ടത്തിൻ്റെ ഒരു റിലീജിയൻ എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള അതാണ് ബേസിക്കലി അതിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, ഈ കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞു കൃത്യമായിട്ട് ദൈവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അവിടെ ആരാധന ഉണ്ടായിട്ടുണ്ട്, യാഗങ്ങൾ നടത്തിയിട്ടുണ്ട്, യജ്ഞങ്ങൾ നടത്തിയിട്ടുണ്ട്, അതിന് വളരെ കൃത്യമായിട്ട് ഒരു റിവാർഡ് നൽകുന്നുണ്ടായിരുന്നു. ഇതെല്ലാം ഉണ്ടെങ്കിൽ പോലും ഋഗ്വേദ കാലഘട്ടത്തിൽ ഈ ഒരു വേദിക് ഫേസിൽ നമ്മൾക്ക് ഒരു അമ്പലങ്ങളുടെ ഒരു നിർമ്മാണമൊന്നും നമ്മൾക്ക് കാണാൻ സാധിക്കില്ല. ഓക്കെ, അവരൊരിക്കലും ഒരു സ്റ്റാച്യു
അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ നോട്ട് ലിംഗാരാധന, ഒരു വളരെ കൃത്യമായിട്ട് പറഞ്ഞാൽ ഒരു സേ ഫോർ ഇൻസ്റ്റൻസ് നമ്മൾക്ക് ഓരോ അമ്പലങ്ങളിലും നമ്മൾക്കിപ്പോൾ ഒരു പ്രതിഷ്ഠ, റൈറ്റ്, അത്തരത്തിലുള്ള പ്രതിഷ്ഠയൊന്നും ഇവർ ആരാധിച്ചിരുന്നില്ല. ഈ ജനത ആരാധിച്ചത് എന്തൊക്കെയാണെന്ന് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു. ഇതിൻ്റെ കൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വേദിക് കാലഘട്ടത്തിൽ അമ്പലങ്ങളുടെ ഒരു നിർമ്മാണം നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കില്ല. അതോടൊപ്പം തന്നെ പ്രതിഷ്ഠകൾ ഇവർ ആരാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അവർ ആരാധിച്ചിരുന്നത് നാച്ചുറൽ ഫോഴ്സസിനെ ആയിരുന്നു, നാച്ചുറൽ എലമെന്റ്സിനെ ആയിരുന്നു. ഓക്കെ, അത് വളരെ കൃത്യമായിട്ട് നിങ്ങൾ ഈ ഋഗ്വേദിക് കാലഘട്ടത്തിൻ്റെ അല്ലെങ്കിൽ ഏർലി വേദിക് കാലഘട്ടത്തിൻ്റെ റിലീജിയനുമായി ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഓക്കെ, അപ്പം വളരെ കൃത്യമായിട്ട് പിന്നീട് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നതാണ് റിലീജിയൻ എന്ന് പറയുന്നത് അതിൻ്റെ വളരെ എല്ലാ തരത്തിലും വളരെ ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ട് പിന്നീട് മാറുന്നുണ്ട്. പക്ഷേ ഈ കാലഘട്ടത്തിൽ കൃത്യമായ ആരാധന ഉണ്ടായിരുന്നു എങ്കിൽ പോലും ഒരു അമ്പലവും അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ ഒരു പ്രതിഷ്ഠയൊന്നും വളരെ കൃത്യമായിട്ട് ഈ കാലഘട്ടത്തിൽ ജനത ആരാധിച്ചിരുന്നില്ല. പിന്നീട് ഇന്ത്യൻ റിലീജിയൻ പിൽക്കാലത്ത് വളരെ കൃത്യമായിട്ട് ഡെവലപ്ഡ് ആയി എന്നാണ് പറയുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഏർലി വേദ കാലഘട്ടത്തിൽ റിലീജിയനുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. അടുത്തതായിട്ട് ഈ ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ലേറ്റർ വേദ കാലഘട്ടത്തിലെ റിലീജിയൻ, അല്ലെങ്കിൽ എന്ത് മാറ്റങ്ങളായിരുന്നു ലേറ്റർ വേദ കാലഘട്ടം അഥവാ പിൽക്കാല വേദഘട്ടത്തിലെ റിലീജിയൻ എന്ന ആ ഒരു പെർട്ടിക്കുലർ ഫീൽഡിൽ ഉണ്ടായിട്ടുള്ളതെന്നാണ്. ഓക്കെ, അപ്പം രണ്ടും പറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇതിനെ കമ്പയർ ചെയ്യാം. ആ രീതിയിലും നിങ്ങൾക്ക് ഒരു കമ്പാരിസൺ നടത്തിയിട്ടും പഠിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പം വളരെ കൃത്യമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ, അതായത് നമ്മൾ മുൻപ് ഓൾറെഡി മറ്റു പല കാര്യങ്ങളും ഇക്കോണമിയും എല്ലാം പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അഗ്രികൾച്ചർ എന്ന് പറയുന്നത് പിൽക്കാല വേദഘട്ടത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഉപജീവന മാർഗമായിരുന്നു. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആ കാലഘട്ടത്തിലെ ജനങ്ങളുടെ ഒരു ഇക്കണോമിക് ആക്ടിവിറ്റി ആയിട്ട് മാറി കൃഷി എന്ന് പറയുന്നത്. അതിന് ചരിത്രപരമായും ഭൂമിശാസ്ത്രപരമായിട്ടും പല കാരണങ്ങളുണ്ട്. എങ്കിൽ പോലും അഗ്രികൾച്ചർ എന്ന് പറയുന്നത് പാസ്റ്ററലിസത്തിന് പകരമായിട്ട് ഒരു പ്രൈമറി ഒക്യുപ്പേഷൻ അല്ലെങ്കിൽ ഒരു മെയിൻ ഒക്യുപ്പേഷനായിട്ട് പിൽക്കാല വേദ കാലഘട്ടത്തിലെ ജനങ്ങൾ ഉപയോഗിച്ചു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു ജനതയുടെ ഒരു മെറ്റീരിയൽ ഭൗതികപരമായിട്ടുള്ള ജീവിതത്തിലും ആ മാറ്റങ്ങൾ നമ്മൾക്ക് കാണാൻ സാധിക്കും. അതായത് കാറ്റിലിനെ അല്ലെങ്കിൽ പാസ്റ്ററലിസത്തിനെ മാത്രമായിട്ട് കൂടുതൽ ഡിപ്പെൻഡ് ചെയ്തൊരു ജനത കംപ്ലീറ്റ്ലി ഒരു കൃഷിയിലോട്ട് വരുമ്പം സ്വാഭാവികമായിട്ടും അവരുടെ ഇക്കോണമിയിൽ മാറ്റം വരും. അതെല്ലാം നമ്മൾ വളരെ വിശദമായിട്ട് മുൻപുള്ള ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടാണ്, അതിലോട്ട് ഞാൻ പോകുന്നില്ല. അപ്പം ഞാൻ എൻ്റെ പോയിന്റ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ ഈ ഒരു അഗ്രികൾച്ചറിലോട്ട് വന്നു എന്ന് പറഞ്ഞു. അത് വളരെ കൃത്യമായിട്ട് ജനങ്ങളുടെ ഒരു മെറ്റീരിയൽ ലൈഫിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് വളരെ കൃത്യമായിട്ട് ആ മെറ്റീരിയൽ ചേഞ്ചസ് ജനങ്ങളുടെ, അതായത് ദൈവങ്ങളോടും മറ്റ് ഈ ഒരു റിലീജിയനോട് തന്നെയുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു ചേഞ്ച് ഉണ്ടാക്കി എന്നുള്ളതാണ്. ഓക്കെ, അപ്പം പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. ഈ ഒരു ജനങ്ങളുടെ ഭൗതികപരമായ ജീവിതത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ മൂലം അവരുടെ ദൈവങ്ങളെ കുറിച്ചുള്ള ധാരണയിലും, അതായത് ഗോഡസ് രണ്ടിനെ കുറിച്ചുള്ള ധാരണയിലും അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡിലും വളരെ കൃത്യമായിട്ടുള്ള ഒരു മാറ്റം പിൽക്കാല വേദ കാലഘട്ടത്തിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വളരെ പ്രധാനമായിട്ട് നിങ്ങളത് മനസ്സിലാക്കേണ്ട ഒരു പോയിന്റാണ്. അതാണ് ബേസിക്കലി അതാണ് എങ്ങനെയാണ് ഈ റിലീജിയൻ പിന്നീട് മാറുന്നത്. അതായത് ഏർലി വേദ കാലഘട്ടത്തിലെ റിലീജിയൻ അല്ല ബേസിക്കലി പിൽക്കാല വേദഘട്ടമായപ്പോഴേക്കും വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ മാറ്റങ്ങൾക്ക് ഒരു കാതലായിട്ടുണ്ടായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഇത്തരത്തിൽ അവരുടെ ഭൗതികപരമായിട്ടുള്ള ജീവിതത്തിൽ വന്നിട്ടുള്ള ചേഞ്ചസ് ആണ്. ഇനി ആ ഭൗതികപരമായിട്ടുള്ള ചേഞ്ചസ് എങ്ങനെ വന്നു എന്നുള്ളത് ആണ് നിങ്ങൾ ഓർമ്മിക്കേണ്ടത്. അവിടെ നിങ്ങൾ കൃഷിയിലോട്ട് എത്തണം. ജനങ്ങളുടെ ഉപജീവന മാർഗത്തിൽ വന്ന മാറ്റം അഥവാ അവരുടെ സബ്സിസ്റ്റൻസ് മെയിൻ ഒക്യുപ്പേഷൻ എന്നുള്ളത് പാസ്റ്ററലിസത്തിൽ നിന്നും അഗ്രികൾച്ചറിലോട്ട് വരികയും അങ്ങനെ കൃഷിയിലോട്ട് ആ ജനത വന്ന സമയത്ത് അവരുടെ ഭൗതികപരമായ ജീവിതത്തിൽ വളരെ കൃത്യമായ മാറ്റം കാണാൻ സാധിച്ചു. ആ മാറ്റം മൂലം ഉണ്ടായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചേഞ്ച് എന്ന് പറയുന്നത് ജനങ്ങളുടെ ദൈവങ്ങളോടും ഗോഡ് ആൻഡ് ഗോഡസിനോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ റിലീജിയനോടുള്ള ജനങ്ങളുടെ ആറ്റിറ്റ്യൂഡിൽ ഒരു വളരെ കൃത്യമായിട്ടുള്ള ഒരു മാറ്റം പ്രകടമായി എന്നുള്ളതാണ് ആദ്യമായിട്ട് ഈ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്.
ഓക്കെ, ഇനി വളരെ കൃത്യമായിട്ട് ഈ ഒരു പിൽക്കാല വേദഘട്ടമായപ്പോഴേക്കും നിരന്തരമായിട്ട് ഒരു ലോക്കൽ നോൺ ആര്യൻ പോപ്പുലേഷനുമായിട്ട് വളരെ കൃത്യമായിട്ടുള്ള ഒരു ആശയവിനിമയം അല്ലെങ്കിൽ ഒരു ഇൻറ്ററാക്ഷൻ നടന്നിട്ടുള്ളൊരു കാലഘട്ടമാണ് പിൽക്കാല വേദഘട്ടം. അത് അത്തരത്തിലൊരു നോൺ ആര്യൻ പോപ്പുലേഷനുമായിട്ടുണ്ടായിട്ടുള്ള ഇൻറ്ററാക്ഷൻ അതും പല ഇത്തരത്തിലുള്ള മാറ്റങ്ങൾക്ക് സംഭാവന നൽകിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, ഈ ആര്യൻസ് നോൺ ആര്യൻസുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്നു. ആ ഒരു ഇൻറ്ററാക്ഷനും പലപ്പോഴും ഇത്തരത്തിലൊരു മാറ്റങ്ങളിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നേരത്തെ ഉള്ള ഗോഡിൻ്റെ പ്രാധാന്യം ലേറ്റർ വേദ കാലഘട്ടത്തിൽ അത്തരം ദൈവങ്ങൾക്ക് ലഭിച്ചില്ല. പകരം അവിടെ റീപ്ലേസ് ചെയ്യപ്പെട്ടു, മറ്റ് ദൈവങ്ങൾ പ്രാധാന്യത്തിലോട്ട് വന്നു, അല്ലെങ്കിൽ അവരായിരുന്നു കൂടുതൽ പ്രചാരത്തിലുള്ള ദൈവങ്ങളായി മാറിയത്. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഈ വിഷ്ണു ദൈവവും അതോടൊപ്പം തന്നെ രുദ്ര, ഈ രണ്ട് പ്രധാനപ്പെട്ട ഡയറ്റീസ് ഋഗ്വേദ കാലഘട്ടം അഥവാ ഏർലി വേദ കാലഘട്ടത്തിൽ ഈ രണ്ട് ഡയറ്റീസിനും വളരെ പ്രാധാന്യമൊന്നുമില്ലായിരുന്നു. വളരെ ചെറിയൊരു ഡയറ്റീസ് അല്ലെങ്കിൽ ആരാധനാമൂർത്തികളായിട്ടായിരുന്നു ഏർലി വേദ കാലഘട്ടത്തിൽ ഈ വിഷ്ണുവിനെയും രുദ്രനെയും കണക്കാക്കിയിരുന്നത്. എന്നാൽ ഈ ലേറ്റർ വേദ കാലഘട്ടമായപ്പോഴേക്കും ഈ വിഷ്ണു എന്ന ദൈവം അല്ലെങ്കിൽ രുദ്ര അത് വളരെ പ്രൊമിനൻ്റ് ആയിട്ട് പിൽക്കാല വേദഘട്ടത്തിൽ വന്നു. ഓക്കെ, അതായത് മനസ്സിലാക്കേണ്ടത് ഈ ഏർലി വേദ കാലഘട്ടത്തിലെ ദൈവങ്ങളുടെ പ്രോമിനൻസ് നഷ്ടപ്പെടുകയും പകരം മറ്റ് ദൈവങ്ങൾ റീപ്ലേസ് ചെയ്യപ്പെടുകയും ചെയ്തു. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്, വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഓക്കെ, എന്നാൽ പോലും ഞാൻ വിഷ്ണു ദൈവം വന്നു എന്ന് പറഞ്ഞു. എന്നാൽ വിഷ്ണുവിൻ്റെ അവതാരങ്ങൾ, അതായത് ഒരു ഡിഫറെൻറ്റ് ഇൻകാർണേഷൻസ് ഓഫ് വിഷ്ണു, അത് നമ്മൾക്കൊരിക്കലും പിൽക്കാല വേദഘട്ടത്തിൽ അത്തരത്തിലുള്ള അവതാരങ്ങളെ പറ്റി വളരെ കൃത്യമായിട്ടൊന്നും ഒരു റെഫറൻസ് ഒന്നും ആ കാലഘട്ടത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള ലേറ്റർ വേദ കാലഘട്ടത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള ടെക്സ്റ്റുകളിൽ നിന്നും നമുക്ക് ലഭിച്ചിട്ടില്ല. ഓക്കെ, മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ, വിഷ്ണു എന്ന ദൈവം വളരെ പ്രോമിനൻ്റ് ആയിട്ട് പിൽക്കാല വേദഘട്ടത്തിൽ വന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ രുദ്ര. ഓക്കെ, സോ ഇനി വളരെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു പിൽക്കാല വേദഘട്ടത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സവിശേഷത എന്ന് പറയുന്നത് ഈ യജ്ഞങ്ങൾ അല്ലെങ്കിൽ യാഗങ്ങൾ ഇത് അത് വളരെ കൃത്യമായിട്ട് അതിൻ്റെ എണ്ണങ്ങളിൽ ക്രമാതീതമായിട്ടുള്ളൊരു വർധനവുണ്ടായിട്ടുണ്ട്. ഓക്കെ, അപ്പം പലപ്പോഴും പലതരത്തിലുള്ള സാക്രിഫൈസുകൾ നടത്താറുണ്ട്, ആനിമൽ സാക്രിഫൈസസ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പിൽക്കാല വേദഘട്ടത്തിൽ ഒരുപാട് ആനിമലുകൾ ഈ ഒരു യാഗങ്ങളുടെയും യജ്ഞത്തിൻ്റെയും ഭാഗമായിട്ടൊക്കെ ബലി കഴിക്കപ്പെട്ടു എന്നുള്ളതാണ്. ഓക്കെ, സോ അത് വളരെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഒരു ബ്രാഹ്മണാസ് എന്ന വിഭാഗത്തിൻ്റെ ആ ക്ലാസിൻ്റെ ഒരു പ്രോമിനൻസ് അല്ലെങ്കിൽ അവരുടെ ഒരു ഇമ്പോർട്ടൻസ് ആയിരുന്നു ബേസിക്കലി അവിടെ റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. യാഗങ്ങളും യജ്ഞങ്ങളും എല്ലാം വർദ്ധിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ യാഗങ്ങളും യജ്ഞങ്ങളും നടത്തുന്ന വിഭാഗത്തിനും സമൂഹത്തിൽ പ്രാധാന്യം ലഭിക്കും. അവരും വളരെ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള വളരെ റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ളൊരു ക്ലാസ് ആയിട്ട് ബ്രാഹ്മിൺസ് ഉയർന്നു വന്നു. കാര്യം വളരെ കൃത്യമായിട്ട് ഇത്തരത്തിലുള്ള യാഗങ്ങളും യജ്ഞങ്ങളും എല്ലാം ജനങ്ങൾ ഏർപ്പെടുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതെല്ലാം ചെയ്യുന്ന ആളുകളെ സമൂഹം വളരെ ആരാധനയോടുകൂടിയും വളരെ ബഹുമാനത്തോടുകൂടിയും അത്തരത്തിലാണ് നോക്കിക്കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമൂഹത്തിൽ പിൽക്കാല വേദ കാലഘട്ടത്തിൽ ഈ ബ്രാഹ്മിൺസ് എന്ന ഒരു ക്ലാസ്സിന് അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ കാറ്റഗറിക്ക് വളരെ പ്രിവിലേജ്ഡ് ലഭിക്കുകയും അവർ വളരെ ഇമ്പോർട്ടൻസ് അവർക്ക് ആ സമൂഹത്തിൽ ലഭിച്ചു എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അത് അവർക്ക് സമൂഹത്തിൽ തങ്ങളുടെ ഒരു സുപ്രമസി അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഈ ബ്രാഹ്മിൺസിന് കഴിഞ്ഞു എന്നുള്ളതാണ്. ആ ബ്രാഹ്മിൺസിൻ്റെ ആ ഒരു സുപ്രമസി എങ്ങനെ അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിച്ചു എന്ന് പറഞ്ഞാൽ പിൽക്കാല വേദഘട്ടത്തിൽ ഏർലി വേദ കാലഘട്ടത്തിനേക്കാളും ഒരുപാട് യാഗങ്ങളും യജ്ഞങ്ങളും നടന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ബ്രാഹ്മിൺസിനെ ഒഴിച്ചു നിർത്തിയിട്ട് ഈ യാഗങ്ങളും യജ്ഞങ്ങളും ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതെല്ലാം നടക്കണമെങ്കിൽ അത് പെർഫോം ചെയ്യാൻ അവിടെ ഒരു പെർട്ടിക്കുലർ പേഴ്സൺ ഉണ്ടായിരിക്കണം. അത് സ്വാഭാവികമായും ബ്രാഹ്മിൺസ് മാത്രമാണ് അത് അന്ന് ചെയ്തിരുന്നത്. അപ്പോൾ അത്തരത്തിൽ അവരുടെ പ്രാധാന്യം അവരെ ഒഴിച്ചുകൂടാനാവാത്തൊരു വിഭാഗമായിട്ട് മാറുകയും അങ്ങനെ അവർ സമൂഹത്തിൽ ഒരു സുപ്രമസി മെയിൻറ്റെയിൻ ചെയ്തു എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു യാഗങ്ങളും എല്ലാം ഈ വിഭാഗം ആളുകൾക്ക് ഒരുപാട് വെൽത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്, എസ്പെഷ്യലി ഇൻ ദി ഫോം ഓഫ് ദാന ആൻഡ് ദക്ഷിണ. ഈ ഒരു
ഇത്തരത്തിലുള്ള യാഗങ്ങളും യജ്ഞങ്ങളും എല്ലാം ചെയ്യുമ്പം അതിന് പകരമായിട്ട് വളരെ കൃത്യമായിട്ട് ജനങ്ങൾ അവിടുത്തെ എളിവേദ കാലഘട്ടത്തിലെ ജനതയല്ല, പിൽക്കാല വേദഘട്ടത്തിലെ ജനത, അവർ വളരെ കൃത്യമായിട്ട് ഇത്തരത്തിലുള്ള ദാനങ്ങളും ദക്ഷിണയൊക്കെ മറ്റുള്ള ആദ്യത്തെ കാലഘട്ടത്തിനേക്കാളും കുറെ കൂടി അധികമായിട്ട് നൽകി എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു സമ്പത്ത് ബ്രാഹ്മിൺസിൽ വളരെയധികം കുമിഞ്ഞു കൂടിയിട്ടുണ്ടായിരുന്നു. കൃത്യമായിട്ട് ഇത്തരത്തിലുള്ള റിവാർഡ് കിട്ടുകയാണ്. കാര്യം ഇതിൻ്റെ ഒരു എണ്ണം എന്ന് പറയുന്നതിൽ വളരെ ഫ്രീക്വൻ്റ് ആവുകയും അതിൻ്റെ ഒരു നമ്പർ ഓഫ് യാഗ ആൻഡ് യജ്ഞാസ് എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവരുടെ ഒരു പ്രാധാന്യം സമൂഹത്തിൽ വളരെയധികം വളർന്നു വന്നിട്ടുണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു പിൽക്കാല വേദഘട്ടം എന്ന് പറയുന്നത്. ഓക്കെ, സോ ആ കാലഘട്ടത്തിൽ അവർ നടത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട യജ്ഞങ്ങളുണ്ട്. അതിൽ നിങ്ങൾ ചില ഉദാഹരണ സഹിതം എഴുതണം. അതിൽ പ്രധാനപ്പെട്ടതാണ് അശ്വമേധ, രാജസൂയ ആൻഡ് ദെൻ വാജപേയ. ദീസ് ആർ ദി ഇമ്പോർട്ടൻറ്റ് യജ്ഞാസ്. ഓക്കെ, അതായത് ഈ പിൽക്കാല വേദഘട്ടത്തിൽ അവിടുത്തെ ജനത പ്രധാനമായും നടത്തിയിട്ടുണ്ടായിരുന്ന യജ്ഞങ്ങളാണ് ഞാൻ ഈ പറഞ്ഞിട്ടുള്ള അശ്വമേധം, അതോടൊപ്പം തന്നെ വാജപേയും രാജസൂയ. ഓക്കെ, അപ്പം ഇത് വളരെ പ്രധാനപ്പെട്ട യജ്ഞങ്ങളായിരുന്നു. ഓക്കെ, ഈ യജ്ഞങ്ങൾ പലപ്പോഴും നമ്മൾ മഹാഭാരതത്തിലും രാമായണത്തിലും എല്ലാം ഈ യജ്ഞങ്ങളെ പറ്റി പ്രതിപാദിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഈ ഒരു യജ്ഞത്തിൻ്റെ ഭാഗമായിട്ട് വളരെ കൃത്യമായിട്ട് ഒരുപാട് ദിവസങ്ങൾ ചിലപ്പം ഇത്തരം യാഗങ്ങൾ നടത്തേണ്ടി വരും. ഇതൊരു പെർട്ടിക്കുലർ ദിവസം അല്ലെങ്കിൽ ഒരു കുറച്ച് മണിക്കൂറിനുള്ളിൽ ചെയ്യേണ്ട ഒരു യാഗങ്ങളല്ല. ഒരുപാട് ദിവസങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഒരുപാട് ദിവസങ്ങൾ വരുന്നു. അത്തരത്തിൽ വരുമ്പം ഒരുപാട് ഗിഫ്റ്റുകളും ഈ ബ്രാഹ്മിൺസിലോട്ട് എത്തപ്പെടുകയാണ്. ഓക്കെ, ഒരുപാട് ദിവസം ഇവർ ഇത്തരത്തിലുള്ള യാഗങ്ങൾ ചെയ്യുന്നു. അത്തരത്തിൽ പിന്നീട് അതിൻ്റെ റിവാർഡായിട്ട് ഒരുപാട് സമ്മാനങ്ങൾ ബ്രാഹ്മിൺസിന് ലഭിക്കുന്നു. അപ്പം വളരെ കൃത്യമായിട്ട് ഈ യാഗങ്ങളൊക്കെ ഈ ഒരു ജനതയുടെ ബ്രാഹ്മിൺസ് എന്ന ഒരു കാറ്റഗറി പിൽക്കാല വേദഘട്ടത്തിൽ വളരെ കൃത്യമായിട്ട് ആ പിൽക്കാല വേദ സമൂഹത്തിൽ ഒരു സുപ്രമസി ആ ഒരു സമൂഹത്തിൽ ക്രിയേറ്റ് ചെയ്യുന്നതിന് ബ്രാഹ്മിൺസിന് സാധിച്ചിരുന്നു. അതിനവരെ നയിച്ച വളരെ പ്രധാനപ്പെട്ട കാര്യം അവിടെ ഒരുപാട് യാഗങ്ങളും യജ്ഞങ്ങളും നടന്നു എന്നുള്ളതാണ്. അശ്വമേധം, വാജപേയം, രാജസൂയ ഇതുപോലുള്ള യാഗങ്ങൾ അവിടുത്തെ ജനങ്ങൾ നടത്തി. ആ യാഗങ്ങൾ നടത്താൻ അല്ലെങ്കിൽ അത് പെർഫോം ചെയ്യുന്ന ആളുകളായിരുന്നു ഈ പറഞ്ഞിട്ടുള്ള ബ്രാഹ്മിൺസ്. അങ്ങനെ ആ രീതിയിൽ അവരുടെ സുപ്രമസി, ബ്രാഹ്മിൺസ് സമൂഹത്തിൽ സുപ്രമസി മെയിൻറ്റെയിൻ ചെയ്തു എന്നാണ് പറയുന്നത്. ഓക്കെ, വളരെ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇനി ഈ ഒരു യജ്ഞങ്ങൾക്കെല്ലാം പ്രധാനമായിട്ട് ചില ഉദ്ദേശങ്ങളുണ്ട്. 2 ഉദ്ദേശങ്ങളാണ് പ്രധാനമായിട്ടും പറയുന്നത്. അതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ ഈ ഒരു ട്രൈബൽ ചീഫും കാര്യങ്ങളും എല്ലാം അവിടെ ഉണ്ട്, റൈറ്റ്? ആ പോളിറ്റി പറയുമ്പോൾ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും. ഓക്കെ, അപ്പം ഈ ഒരു യജ്ഞങ്ങളുടെയൊക്കെ ആദ്യത്തെ ഒരു പേർപ്പസ് ഉദ്ദേശം എന്ന് പറയുന്നത് ഈ അതായത് ഒരു ട്രൈബിലുള്ള ജനത അല്ലെങ്കിൽ ഒരു ചീഫ് ഭരിക്കുന്ന പെർട്ടിക്കുലർ പ്രദേശത്തിലുള്ള ജനങ്ങളുടെ മുകളിൽ ഒരു അതോറിറ്റി സ്ഥാപിക്കുക, അതിനു വേണ്ടിയിട്ട് യജ്ഞങ്ങൾ നടത്തി എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തത് ഒരു വളരെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഒരു ടെറിട്ടോറിയൽ ആസ്പെക്ട്സ് ഓഫ് പോളിറ്റിക്സ് സിൻസ് പീപ്പിൾ ഫ്രം ഓൾ ഓവർ ദി കിങ്ഡം വർ ഇൻവൈറ്റഡ് ടു ദീസ് സാക്രിഫൈസസ്. ഓക്കെ, അതായത് വളരെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഒരു ഇത്തരത്തിലൊരു യജ്ഞങ്ങൾ നടത്തുമ്പം ഒരു പെർട്ടിക്കുലർ പ്രദേശത്താണ് നടത്തുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ആ പ്രദേശത്ത് താമസിക്കുന്ന ആളുകളെ എല്ലാം ക്ഷണിക്കുന്നു. അത്തരത്തിലൊരു ടെറിട്ടോറിയൽ പോളിറ്റിനെ എൻഫോഴ്സ്ഡ് ചെയ്യുന്നതായിരുന്നു ഇതിൻ്റെ രണ്ടാമത്തെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പം വളരെ കൃത്യമായിട്ട് ഈ യജ്ഞങ്ങളും യാഗങ്ങളും എല്ലാം നടത്തുമ്പോൾ അതിന് വളരെ കൃത്യമായിട്ടുള്ള ചില ഉദ്ദേശങ്ങളുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. സോ ഈ ഒരു ഇത്തരത്തിൽ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ കാലഘട്ടത്തിലെ ജനത they begin to oppose these sacrifices during the later Vedic period itself. അതായത് ഇത്തരത്തിലുള്ള സാക്രിഫൈസസ് യജ്ഞങ്ങളും എല്ലാം നടന്നു എന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ അതേ കാലഘട്ടത്തിൽ തന്നെ ഈ സാക്രിഫൈസിനെയൊക്കെ ആ കാലഘട്ടത്തിലെ ജനത ഒപ്പോസും ചെയ്തിരുന്നു, അതിനെ എതിർക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, അതായത് ഞാൻ പറഞ്ഞു ഒരുപാട് മൃഗങ്ങളെ ബലി കഴിപ്പിക്കുന്നു. അപ്പം എ ലാർജ് നമ്പർ ഓഫ് കാറ്റിൽ, റൈറ്റ്, ആൻഡ് അതർ ആനിമൽസ് വിച്ച് വേർ സാക്രിഫൈസ്ഡ് അറ്റ് ദി എൻഡ് ഓഫ് ദി യജ്ഞാസ്. അതായത് ഈ യജ്ഞങ്ങളുടെ ഒരു അവസാനമാകുമ്പോഴേക്കും ഒരുപാട് ആനിമൽസിനെ അവർ
ബലി കഴിപ്പിക്കേണ്ടി വരുന്നു ഈ യജ്ഞങ്ങളുടെ ഭാഗമായിട്ട്. അത് സ്വാഭാവികമായിട്ട് നമുക്കറിയാം എങ്ങനെയാണ് ഈ ആനിമൽസ്, കാറ്റിൽസ് അഗ്രികൾച്ചറിനെ സ്വാധീനിക്കുന്നുള്ളത് നമ്മൾ അവരുടെ ഇക്കോണമി പറയുമ്പോൾ പറഞ്ഞതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വളരെ കൃത്യമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ആനിമൽ, അതിൻ്റെ എണ്ണത്തിൽ വളരെയധികം ഒരു ഡിക്രീസ് ഉണ്ടാവുകയാണ്, അത് കുറയുകയാണ്. അതൊരു യജ്ഞങ്ങളുടെ ഭാഗമായിട്ട് അതിനെ ബലി കഴിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയ്ക്ക് അത് പ്രതികൂലമായി ബാധിക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ കാലഘട്ടത്തിലെ ജനങ്ങൾ ഇത്തരത്തിലുള്ള ഒരു അനിയന്ത്രിതമായിട്ട് ആനിമൽസിനെ ബലി കൊടുക്കുന്നതിനെ എതിർത്തിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അവര് പറയുന്നത് അപ്പം അത്തരത്തില് ഒരു സാക്രിഫൈസിനെ തന്നെ അല്ലെങ്കിൽ യജ്ഞങ്ങൾക്ക് തന്നെ ഈ രീതിയിൽ ഒരു ക്രിറ്റിസിസം കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം പ്രധാനമായിട്ടും അതുകൊണ്ട് തന്നെ ഈ വളരെ കൃത്യമായിട്ട് ഇത്തരത്തിലുള്ള യജ്ഞങ്ങളുടെയൊക്കെ ഒരു വളരെ കൃത്യമായിട്ട് മറ്റൊരു രീതിയിൽ ഈ ഒരു യജ്ഞങ്ങൾക്ക് പകരം വേറൊരു രീതി അവിടെ അവലംബിച്ചു എന്നാണ് പറയുന്നത്. അത് പ്രധാനമായെന്ന് പറയുന്നത് ഒരു പാത്ത് ഓഫ് ഗുഡ് കണ്ടക്ട്, ഒരു വളരെ കൃത്യമായിട്ടുള്ള നല്ല മൂല്യങ്ങളുള്ള ഒരു ഗുഡ് കണ്ടക്ട് ഉണ്ടാക്കുക, അതോടൊപ്പം തന്നെ സെൽഫായിട്ടുള്ള ഒരു സാക്രിഫൈസ്. ഓക്കെ, അത് കൃത്യമായിട്ട് ഒരു ജനങ്ങൾക്ക് വളരെ സന്തോഷവും അതോടൊപ്പം തന്നെ വെൽഫെയറും ഉണ്ടാകുമെന്ന് ചില ഉപനിഷത്തുകളിൽ പറയുന്നു. ഓക്കെ, സോ വളരെ കൃത്യമായിട്ട് ആ രീതിയിൽ, അതായത് ഇത്തരം യാഗങ്ങളും യജ്ഞങ്ങളും ചെയ്യുന്നതിന് പകരമായിട്ട്, അതായത് അല്ലെങ്കിൽ ഒരു വളരെ കൃത്യമായിട്ട് പറയുന്ന മറ്റൊരു മാർഗം നിർദ്ദേശിക്കുകയാണ്. അത്തരത്തിൽ നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ അതാണ് ബേസിക്കലി ഉപനിഷത്ത് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ഉപനിഷത്സിന് ഇന്ത്യൻ ഫിലോസഫിയിൽ രണ്ട് പ്രിൻസിപ്പിളായിട്ട് ബേസിക് പ്രിൻസിപ്പിൾ ഉൾക്കൊള്ളുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ എന്ന് പറയുന്നത് കർമ്മ എന്നുള്ളതാണ്. രണ്ടാമത്തേത് എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ട് ട്രാൻസ് മൈഗ്രേഷൻ ഓഫ് സോൾ. ആദ്യത്തേത് കർമ്മമാണെങ്കിൽ രണ്ടാമത്തേത് ട്രാൻസ് മൈഗ്രേഷൻ ഓഫ് സോൾ. ഈ രണ്ട് കാര്യങ്ങളും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഹാപ്പിനെസ് ഉണ്ടാവുകയും ആ രീതിയിലൊരു ചിന്ത ഉപനിഷത്ത് പറയുകയും അതിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള കാര്യങ്ങളാണ്. പിൽക്കാലത്തെ, അതായത് പിൽക്കാല വേദഘട്ടത്തിൻ്റെ ഒരു എൻഡ് ആയപ്പോഴേക്കും ഇങ്ങനെയൊരു തോട്ടും കൂടെ അവിടെ നിലവിലുണ്ടായിരുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഓക്കെ, സോ കർമ്മ ആൻഡ് ദി ട്രാൻസ് മൈഗ്രേഷൻ ഓഫ് ദി സോൾ. ഓക്കെ, അപ്പോൾ കർമ്മ എന്ന് പറയുന്നത് ബേസിക്കലി ആദ്യത്തേതെന്ന് പറഞ്ഞാൽ റീബർത്ത് ബേസ്ഡ് ഓൺ പാസ്റ്റ് ഡീഡ്സ്. നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ, ഇപ്പോൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള, നല്ല കർമ്മമാണ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നമ്മൾക്ക് റീബർത്തിൽ ലഭിക്കും. ഓക്കെ, നമ്മളുടെ പുനർജന്മം എന്ന് പറയുന്നത് നമ്മൾ ചെയ്തിട്ടുള്ള കർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ലഭിക്കുക എന്നുള്ളതാണ്. ഓക്കെ, സോ വളരെ കൃത്യമായിട്ട് ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു ഉപനിഷത്ത്, ഈ ടെക്സ്റ്റിലെല്ലാം അതെല്ലാം പറയുന്നത് ഒരു റിയൽ ഹാപ്പിനെസ്, ശരിയായ ഒരു സന്തോഷം എന്ന് പറയുന്നത് അത് പ്രധാനമായും ഉൾക്കൊള്ളുന്നത് മോക്ഷത്തിലാണ്. നമ്മൾക്ക് മോക്ഷം ലഭിച്ചാലാണ് ബേസിക്കലി നമ്മൾക്ക് യഥാർത്ഥ സന്തോഷം ലഭിക്കുക എന്നുള്ളത്. ഓക്കെ, ആ മോക്ഷം എന്ന് പറയുന്നത് ഈ സൈക്കിൾ ഓഫ് ബർത്ത് ആൻഡ് റീബർത്തിൽ നിന്നുള്ളൊരു സ്വാതന്ത്ര്യമാണ്. ഫ്രീഡം ഫ്രം ദി സൈക്കിൾ ഓഫ് ബർത്ത് ആൻഡ് റീബർത്ത്, അതിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ് മോക്ഷം എന്ന് പറയുന്നത്. ആ മോക്ഷമാണ് ഇന്ത്യൻ ഫിലോസഫി ആയിട്ടുള്ള ഉപനിഷത്തിൽ ബേസിക്കലി പറയുന്നത് ഒരു റിയൽ ഹാപ്പിനെസ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു ഇത്തരത്തിലൊരു തോട്ടൊക്കെ വന്നത് ലാസ്റ്റിലോട്ടാണ്. അപ്പം റിലീജിയൻ പറയുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞുള്ള കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിക്കണം. എന്തുകൊണ്ടാണ് ബേസിക്കലി ജനങ്ങൾക്ക് ഈ ദൈവങ്ങളോടും ഗോഡ് ആൻഡ് ഗോഡസിനോടുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ വന്നതിലുള്ള മാറ്റത്തിന് കാരണം എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞു, അവരുടെ മെറ്റീരിയൽ ലൈഫിൽ വന്നിട്ടുണ്ടായിരുന്ന ചേഞ്ച് ആണ്. അതെങ്ങനെയാണ് വന്നതെന്ന് വെച്ചാൽ പ്രധാനമായിട്ടും അഗ്രികൾച്ചർ അവരുടെ ഉപജീവനമായിട്ട് മാറി. അത് വന്നപ്പം അവരുടെ മെറ്റീരിയൽ ലൈഫിൽ മാറ്റം വന്നു. ആ മെറ്റീരിയൽ ലൈഫിലെ മാറ്റം പ്രധാനമായും ജനങ്ങൾക്ക് ദൈവങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡിൽ വ്യത്യാസം ഉണ്ടാക്കി. ഇനി ഋഗ്വേദ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഏർലി വേദ കാലഘട്ടത്തിലെ പ്രോമിനൻ്റ് ആയിട്ടുള്ള ദൈവങ്ങൾക്ക് ലേറ്റർ വേദ കാലഘട്ടമായപ്പോഴേക്കും അവരുടെ പ്രാധാന്യം കുറഞ്ഞു വന്നു. പകരം വിഷ്ണു എന്ന ദൈവത്തിന് ഇമ്പോർട്ടൻസ് വന്നു. അതുപോലെ തന്നെ രുദ്ര. എന്നാൽ പോലും വിഷ്ണുവിൻ്റെ അവതാരത്തെ ഒന്നും നമ്മൾക്ക് ആ ലേറ്റർ വേദ കാലഘട്ടത്തിൽ എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളിലൊന്നും കാണാൻ സാധിക്കില്ല. പിന്നീട് ഞാൻ പറഞ്ഞു പലതരത്തിലുള്ള യാഗങ്ങളും യജ്ഞങ്ങളും നടന്നു. അതിൻ്റെയൊക്കെ ഒരു നമ്പർ എന്ന് പറയുന്നത് ലാർജ് നമ്പറാണ്. ഓക്കെ,
അപ്പോൾ അത് പ്രധാനമായിട്ടും ചെയ്തിരുന്ന വിഭാഗം ആളുകളാണ് ബ്രാഹ്മിൺസ്. ഇത്തരത്തിൽ നമ്പർ കൂടിയതുകൊണ്ട്, യജ്ഞങ്ങളെല്ലാം കൂടുതലായി നടന്നതുകൊണ്ട് അവർക്ക് സമൂഹത്തിൽ വളരെയധികം ഒരു സുപ്രമസി ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇനി പ്രധാനപ്പെട്ട യജ്ഞങ്ങൾ എന്ന് പറയുന്നതാണ് വാജപേയം, രാജസൂയം ആൻഡ് അശ്വമേധ എന്നുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ പിൽക്കാല വേദഘട്ടത്തിലെ റിലീജിയനുമായി അസോസിയേറ്റ് ചെയ്തിട്ടുള്ള പോയിന്റ്സ് ആണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഞാൻ പ്രധാനമായും ചർച്ച ചെയ്തത് ഏർലി വേദ കാലഘട്ടത്തിലെ റിലീജിയൻ ആൻഡ് ലേറ്റർ വേദിക് റിലീജിയൻ. ഓക്കെ, സോ ഇതിനെ നമ്മൾക്കൊരു താരതമ്യം ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു ക്ലാസ്സിൽ ഞാൻ പ്രധാനമായിട്ടും ചർച്ച ചെയ്തത്. അത് രണ്ടും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. താങ്ക് യു.